എത്താറായോടാ? ഈ വളവ് കഴിഞ്ഞാൽ ഇക്കരപ്പണമായി. വെൽക്കം ടു മെഡിബിസ് ആയുർ ഹോം. എനിക്ക് ഈ ആയുർവേദത്തിലൊന്നും വലിയ വിശ്വാസമില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ നോക്കിയ ശരീരമാണിത്. ഇനി ഇതായിട്ട് ബാക്കി വെക്കട്ടാന്ന് കരുതി. പരമ്പരാഗതമായി വൈദ്യ കുടുംബ സുകുമാരൻ വൈദ്യന്റേത്. ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ഒരു രോഗിക്ക് പോലും അദ്ദേഹത്തിന്റെ ചികിത്സയെ പറ്റി ഒരു എതിരഭിപ്രായമില്ല. എല്ലാ പ്രതീക്ഷകളും കൈവിട്ട നേരത്താ വൈദ്യരെ പറ്റി കേൾക്കാനിടയായത്. കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. ഒരുപാട് ടെസ്റ്റുകളും ചെയ്തു. പല ഡോക്ടർമാർ ശ്രമിച്ചു നോക്കിയതിനപ്പുറം അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് വരുന്ന എല്ലാ അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങളും ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വരെ ഉപേക്ഷിച്ച എനിക്ക് പുതിയൊരു ജീവിതം തന്നത് വൈദ്യരാണ്. 10-12,000 രൂപയുടെ ടെസ്റ്റ് നടത്തേണ്ട സ്ഥാനത്ത് 2 രൂപയുടെ ഉളിക കൊടുത്തു കൊടുത്ത തന്നെയൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഈ ഇന്ദുകല മെഡിസിറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ അറിവായത്. അത് പണത്തിന് വേണ്ടി ആകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. കോടികളുടെ മുതലാണ് ഞാൻ ഈ ആശുപത്രിയുടെ വികസനത്തിനായി ഇവിടെ കൊണ്ടിറക്കാൻ പോകുന്നത്. ചിലതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പുഷ്കരൻ ഇതൊക്കെ ചെയ്യുന്നത്. അതെ, നോക്കി നിൽക്കാതെ ബില്ലടയ്ക്കാനുള്ള വഴി നോക്ക്. കുറിച്ചു കൊടുക്കുന്ന മരുന്നുകൾ നമ്മുടെ ഫാർമസിയിൽ മാത്രമേ കിട്ടാവൂ. 10,000 രൂപയുടെ മരുന്നുകളും ടെസ്റ്റുകളും എഴുതി കൊടുത്താൽ 30% കമ്മീഷൻ. സത്യം പറഞ്ഞ എനിക്ക് ഈ ജോലി മടുത്തു. അത് ശരിയാ മാഡം. മാലാഖമാരെന്ന പേര് മാത്രമേ ഉള്ളൂ നമുക്ക്. ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ട് തന്നെ ഈ സ്ഥാപനം തുടങ്ങിയത്. കൊണ്ടുവരുന്നത് സ്വന്തം അച്ഛനെ ആണെങ്കിൽ പോലും കാശ് വാങ്ങാതെ ചികിത്സിക്കില്ലാന്ന്. പാവങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശുകൊണ്ടേ ഇവിടെ ആരും ഗുണം പിടിച്ചിട്ടില്ല. BA-MS-ഉം BHMS ഒക്കെ കൊണ്ട് എന്താ കാര്യം? ഹോമിയോ കേൾക്കുമ്പോ തന്നെ എന്താ ഒരു സുഖം. ഹോമിയോ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ആയുർവേദം. 5ാമത്തെ വേദമാണ് ആയുർവേദം. ഇത് വല്ലതും നിനക്കറിയോ? 6ാമത് ഒരു വേദം കൂടി ഉണ്ട്. ഏത്? വേദം. ഇതൊക്കെ വായിച്ചാ പേടി തോന്നാത്തവരാരുണ്ടാവുക? പേടിക്കും. എല്ലാവരും കാണത്തക്ക വിധം അകത്ത് വെക്കണം. നീ ചെന്നിട്ട് ആ ബോർഡൊക്കെ ശരിക്കും വെക്കേ. നാട്ടുകാരൊക്കെ അത് കണ്ടിട്ട് പേടിക്കണം. ശരി. എന്നാലേ നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയാൻ പറ്റൂ. അതെ, 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കുണ്ടായ ക്യാൻസർ ഭേദമാക്കാൻ നടത്തിയ റേഡിയേഷൻ ചികിത്സയുടെ പാർശ്വഫലങ്ങളാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ യഥാർത്ഥ അസുഖം. ഒരു 4 ഒഴിച്ചിലും മുതുകത്തൊരു 3 കിഴിയും കൂടെ കുത്തിക്കഴിഞ്ഞു കിളവൻ ലുക്കായിരിക്കും. MD ചെയ്യാൻ കാശില്ലാതെ വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ച് ജീവിക്കുന്ന എത്ര MBBS ഡോക്ടർമാരുണ്ടെന്ന് തനിക്കറിയാവോ? എന്റെ ഡോക്ടറെ, നിങ്ങൾ ഈ മെഡിക്കൽ റപ്പന്മാരുടെ കയ്യിൽ നിന്ന് ടിവിയും ഫ്രിഡ്ജും ഒക്കെ വാങ്ങുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അതൊക്കെ വാങ്ങിയാ മതിയോ? കൊണ്ടുവയ്ക്കാൻ ഒരു വലിയ വീട് കൂടി വേണ്ടേ? നമ്മുടെ വീട്ടുവളപ്പിലുള്ള പല ചെടികളും ഔഷധ ഗുണമുള്ളത് തന്നെയാ. പക്ഷേ നമ്മളിൽ പലരും അതറിയുന്നില്ലെന്ന് മാത്രം. ഹോമിയോപ്പതിയിൽ വിശ്വസിച്ചാലേ എല്ലാത്തിനും മരുന്നുണ്ട്. ഹോമിയോപ്പതി കണ്ടുപിടിച്ചാരാന്നറിയാമോ? ആരാ? ഹാനിമാൻ. ഐക്യരക്കോണം ഹാനിമാൻ എന്നാ ഞാൻ ഈ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. ഐക്യരക്കോണത്തെ ഹനുമാൻ എന്നായിരുന്നെങ്കിൽ നന്നായനെ. എന്റെ ആയുർവേദത്തെ പുച്ഛിച്ചിട്ട് നിന്റെ ഹോമിയോനെ പൊക്കി പറയാനാണ് വേണ്ട. അതിന് വേണ്ട. നിന്നെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കണം എന്നായിരുന്നു അച്ഛൻ്റെ മോഹം. അത് നടന്നില്ല. ഓൾക്ക് ഈ ആനന്ദി എന്നുള്ള പേരിടാൻ തന്നെ കാരണം അച്ഛൻ്റെ ആ മോഹമായിരുന്നു. വൈദ്യം പഠിച്ച് ഡോക്ടറായ ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനന്ദിബായി ജോഷി. ഞങ്ങളെപ്പോലെ ബാങ്ക് ലോൺ എടുത്ത് പഠിച്ച ഡിഗ്രിയും സർട്ടിഫിക്കറ്റ് ഒന്നും അച്ഛനാവശ്യമില്ലല്ലോ. അച്ഛന് സർട്ടിഫിക്കറ്റും ലൈസൻസ് ഒന്നും ഇല്ല അല്ലേ? ചുരുക്കി പറഞ്ഞ വ്യാജ വൈദ്യൻ. ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത വന്മാർ മരുന്ന് കൊടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയ മിനിസ്റ്റർക്ക് പിന്നെ ഈ കസേരയിൽ ഇരിക്കാൻ പറ്റുമോ? മിസ്റ്റർ മടത്തിപ്പറമ്പിൽ സുകുമാരൻ. അത് ഞാനാണ്. ആരാ മനസ്സിലായില്ലല്ലോ? വി ആർ ഫ്രം ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ അനധികൃതമായി ചികിത്സ നടത്തുന്നതായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ലൈസൻസ് ഉണ്ടോ? കാരണവന്മാരുടെ കാലം തൊട്ട് തുടങ്ങിയതാ. അതിന് ഇങ്ങനൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഈ സർക്കാർ വെച്ചോണ്ടിരിക്കില്ല. വൈദ്യനെ വലിച്ചഴച്ചിറക്കി കൊണ്ടുവരുമ്പോ അതൊക്കെ ചാനലിൽ തിളങ്ങി നിൽക്കണം. ഇന്നത്തെ ന്യൂസ് അവരോടെ സുകുമാരൻ വൈദ്യൻ ഇല്ലാണ്ടാവണം. ആയുർവേദം രോഗം വരുമ്പോൾ ചികിത്സിക്കാനുള്ളത് മാത്രമല്ല, രോഗം വരാതെ നോക്കാനുള്ള ഉപാധി കൂടിയാണ്. ഈ പ്രകൃതിയും മനുഷ്യരും ഉള്ള കാലത്തോളം ആയുർവേദവും ഉണ്ടാകും. എന്നെപ്പോലുള്ള വൈദ്യന്മാരും.